ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്ന് എനിക്ക് സംസാരിക്കാനുള്ളത് സാംസങ്ങിനോടാണ്, സാംസങ് ഫാൻസിനോടാണ്. സാംസങ്ങിനോട് പറയുന്നതിന് മുമ്പ് ആപ്പിൾ, ഗൂഗിൾ, സാംസങ് നിങ്ങൾ മൂന്നുപേരോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇക്കണ്ട കാലം മൊത്തം സിലിക്കൺ കാർബൈഡ് ബാറ്ററീസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് എക്സ്പാൻഷൻ വരും, പൊട്ടിത്തെറിക്കും, ബാറ്ററി ബൾജിങ് ഉണ്ടാവും, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ലിത്തിയം അയോൺ ബാറ്ററിയും തന്നെ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതേ സമയത്ത് ചൈന ഫോൺസ് 6000, 7000, 8000, ഇപ്പം 10,000 mAh ബാറ്ററി വരെയുള്ള കിട്ടിലും ഫോൺ ഇറക്കി തുടങ്ങി. ഓട്ടെ, ഇന്നിരിക്കട്ടെ. ഇനി പറയാനുള്ള കാര്യം, ഇപ്പൊ ഇതാ സാംസങ്ങിന്റെ സൈഡിൽ നിന്ന് ഒരു അനൗൺസ്മെന്റ് വന്നിരിക്കുകയാണ്. അതായത് സാംസങ് സിലിക്കൺ കാർബൈഡ് ബാറ്ററി സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ചിരിക്കാറായിട്ടില്ല, സന്തോഷിക്കാറായിട്ടില്ല, കാര്യങ്ങൾ വരുന്നേ ഉള്ളൂ. ഇവർ ഈ ഇറക്കുന്ന സിലിക്കൺ കാർബൈഡ് ബാറ്ററി മൊബൈൽ ഫോണിന് വേണ്ടിയിട്ടോ അവരുടെ ലേറ്റസ്റ്റ് അൾട്രാ ഫോണിന് വേണ്ടിയിട്ടൊന്നുമല്ല. അവരിറക്കുന്നത് EV, ഇലക്ട്രിക് വെഹിക്കിളായി കാറിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാനാണ് ഈ ബാറ്ററി പുതിയ ഇറക്കുന്നത്. ഇപ്പൊ ഈ പൊട്ടിത്തെറിയും ബഹളവും ബൾജിങ്ങും എക്സ്പാൻഷനും ഒന്നും ഇല്ലായിരിക്കും അല്ലേ? ഓക്കെ, ഇനി സാംസങ് ആയിരിക്കും കുറച്ച് കാര്യം കൂടെ പറയാനുള്ളത്. അതായത് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന അപ്കമിങ് S26 Ultra എന്ന് പറയുന്ന ഫോണില്ലേ, അതിൽ വരാൻ പോകുന്നത് കഴിഞ്ഞ 4-5 കൊല്ലം യൂസ് ചെയ്ത സെയിം അതേ 5000 mAh ബാറ്ററി തന്നെ ആയിരിക്കും. ഈ 5000 mAh ബാറ്ററി വെച്ച് കാര്യങ്ങൾ നടക്കണം, പിടിച്ചു നിൽക്കണം. അതിനുവേണ്ടി അവർ അതിന്റെ ഡിസ്പ്ലേയിൽ ഒരു ചേഞ്ച് കൂടെ കൊണ്ടുവരുന്നു. അതായത് അവർ യൂസ് ചെയ്യാൻ പോകുന്ന ഡിസ്പ്ലേ പാനലിൽ 8-bit കളേഴ്സ് ആയിരിക്കും വരാൻ പോകുന്നത്. അതുപോലെ മാക്സിമം ബ്രൈറ്റ്നസ് ഇസ് ലിമിറ്റഡ് ടു 2600 nits. 4000 5000 ഒക്കെ ഇറങ്ങി തുടങ്ങിയ സമയത്താണ് പറഞ്ഞത് 2600 nitsൽ ഒതുക്കിയിരിക്കുകയാണ് അതിന്റെ മാക്സിമം പീക്ക് ബ്രൈറ്റ്നസ്. ഇനി നമുക്ക് വെയിറ്റ് ചെയ്യാം, എന്നാണ് അവന്മാർ ഈ ലിത്തിയം അയോൺ ഒക്കെ വിട്ടിട്ട് സിലിക്കൺ കാർബൈഡ് ബാറ്ററി നല്ലോണം ഇറക്കുന്നതെന്നും അതെടുത്ത് മൊബൈൽ ഫോണിലോട്ട് കയറ്റി വെക്കുന്നതെന്നും നമുക്ക് നോക്കി വെയിറ്റ് ചെയ്യാം. ഏതായാലും അത് തന്നെയല്ലേ നമ്മൾ ഇത്രയും കാലം കണ്ട കാലം മൊത്തം ചെയ്തുകൊണ്ടിരിക്കുന്നത്.